ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം ഇന്ത്യ പാകിസ്ഥാനോട് പറഞ്ഞ കൃത്യമായിട്ടുള്ളൊരു മറുപടിയായിരുന്നു, ഇനി ഇതുപോലെ ഒരു ഭീകരവാദ ആക്രമണം ഇന്ത്യക്ക് നേരെ ഉണ്ടായാൽ അത് നമ്മൾ യുദ്ധമായി കാണുമെന്നുള്ളത്. പക്ഷേ ഇപ്പോൾ കേൾക്കാൻ കഴിയുന്ന ഒരു വാർത്തയെന്ന് പറയുന്നത് പാകിസ്ഥാനിൽ നിന്നായിരിക്കില്ല അടുത്ത തീവ്രവാദ ആക്രമണം ഉണ്ടാകുന്നത്, അഫ്ഗാനിസ്ഥാനിൽ നിന്നായിരിക്കാം എന്നുള്ള ഒരു സാധ്യതയാണ്. കാരണം നമുക്കറിയാം ഇപ്പോഴൊക്കെ ഇന്ത്യയും ചൈനയും തമ്മിൽ ഊഷ്മളമായിട്ടുള്ളൊരു ബന്ധം പോകുന്നുണ്ട്. അപ്പോഴൊക്കെ തന്നെ ഇതിനകത്തേക്ക് ഒരു തീവ്രവാദ ആക്രമണം പാകിസ്ഥാൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവാറുണ്ട്. ഇന്ത്യ ചൈന അല്ലെങ്കിൽ ഇന്ത്യ റഷ്യ, അതായത് ഇന്ത്യക്കൊരു വളർച്ച ഒരു ഘട്ടം അങ്ങനെ വരുന്നത് എപ്പോഴും ഒരു തീവ്രവാദ ആക്രമണം കൊണ്ടായിരിക്കും. ഇന്ത്യ അതിന് നമുക്കൊരു ഒരു എന്താ പറയുക ഒരു ഡിസ്റ്റർബൻസ് ഉണ്ടാകുന്നത്. അങ്ങനെ എപ്പോഴും കണ്ടാൽ ഇപ്പോൾ ഈ കഴിഞ്ഞ തൊട്ടം ഏപ്രിലിൽ ഷീ ജിൻപിങ് ഇങ്ങോട്ട് പ്രസിഡന്റിന് കത്തയക്കുകയും ഇന്ത്യൻ പ്രസിഡന്റിന് കത്തയക്കുകയും നമുക്ക് ഊഷ്മളമായ ബന്ധത്തിലേക്ക് കടക്കണം, വ്യാപാരം കുറച്ചും കൂടെ വിപുലീകരിക്കണം, അങ്ങോട്ടും ഇങ്ങോട്ടും സുഹൃത്തുക്കളാവണമെന്ന് പറഞ്ഞ ഉടനെയാണ് ഓപ്പറേഷൻ സിന്ദൂർ ഉണ്ടാകുന്നത്, പഹൽഗാം തീവ്രവാദം ഉണ്ടാകുന്നത്. അതിൽ ചൈന പാകിസ്ഥാനെ സഹായിക്കുമെന്ന് പറയുന്നു, ഇന്ത്യ ചൈന ബന്ധം വഷളാകുന്നു, ഇങ്ങനെ ഇതുണ്ടാകുന്നു. ഇതിനകത്ത് അമേരിക്കയ്ക്ക് കൃത്യമായ പങ്കുണ്ടെന്നുള്ള കാര്യം അരിയാഹാരം കഴിക്കുന്ന എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ നമ്മളിപ്പോൾ കേൾക്കുന്നൊരു വാർത്തയാണ്, അമേരിക്ക ഈ പറയുന്ന അഫ്ഗാനിസ്ഥാനിലെ എയർബേസ് ബഗ്രാം എയർബേസ് എന്ന് പറഞ്ഞാൽ അവരുടെ എയർബേസ് തിരിച്ചു പിടിക്കാൻ വരികയാണ്. അമേരിക്ക പഴയ പ്രതാപത്തിലേക്ക്, ഇനി അഫ്ഗാൻ നമുക്ക് വേണം എന്നും പറഞ്ഞ് തിരിച്ചു വന്നിരിക്കുകയാണ്. അതായത് കിഴക്ക് അങ്ങനെ നമ്മൾ വിട്ടുതരാൻ തയ്യാറല്ല, നീയൊക്കെ RIC ഒക്കെ പറഞ്ഞ് ഉണ്ടാക്കി കുറേ അങ്ങോട്ടങ്ങോട്ട് നിഗളിക്കേണ്ട, അമേരിക്ക വരെയാണ് തിരിച്ചെടുക്കാൻ എന്നുള്ള രീതിയിൽ. ഈ അഫ്ഗാനിസ്ഥാൻ്റെ എയർബേസ് എടുക്കുന്നത് ഈ ചൈനയുടെ ബോർഡറിൻ്റെ അടുത്തായിട്ടാണ്, ചൈനയുടെ ബോർഡറിലാണ് ഈ പറയുന്ന എയർബേസ് കിട്ടുന്നത്. ചൈനയ്ക്ക് പണി കൊടുക്കാനെന്ന് പറഞ്ഞാണ് അവർ വരുന്നത്. ചൈനയെ നിരീക്ഷിക്കണം, ചൈന കുറച്ച് നെഗളിപ്പ് തുടങ്ങി, നമുക്ക് ചൈനയെ നോക്കണമെന്ന് പറഞ്ഞാണ് വരുന്നത്. പക്ഷേ ഇവർക്ക് ഇന്ത്യയുമായിട്ട്, അതായത് ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ ബന്ധം എന്ന് പറയുന്നത്, ഇന്ത്യ നമ്മളൊരു സോഫ്റ്റ് കോർണറിൽ ഇട്ടേക്കുകയാണ് അഫ്ഗാനിസ്ഥാൻ. നമ്മൾ തവിടും അരിയും അതൊക്കെ കൊടുത്ത് അവരെ ഒരു മയത്തിൽ വെച്ചിരിക്കുകയാണ്. അങ്ങനെ ഇപ്പോൾ ഇന്ത്യ ആ സോഫ്റ്റ് കോർണറിലാക്കേണ്ട അഫ്ഗാനിസ്ഥാനെ നമ്മൾ ഇന്ത്യക്കെതിരെ തിരിക്കുമെന്നും പറഞ്ഞാണ് അമേരിക്ക വരുന്നത്, അല്ലേ? ഇതിനകത്ത് ഈ പറയുന്ന വലിയൊരു ജിയോ പൊളിറ്റിക്സ് ഉണ്ട്. അമേരിക്കയുടെ സോക്കേഡ്, ഇപ്പം സോക്കേഡ് എല്ലായിടവും അമേരിക്ക വിചാരിക്കുന്ന പോലെ നടക്കുന്നില്ല. റഷ്യ എടുത്ത് സോക്കേഡ് എടുത്തു, റഷ്യ ഇപ്പം എങ്ങും പറഞ്ഞാൽ കിട്ടാത്തോണം നാറ്റോയെ അടിക്കുക, അമേരിക്ക അടിക്കുന്ന പോലെ നിൽക്കുക, യുദ്ധം ഉണ്ടാക്കി റഷ്യ തകർക്കാൻ നോക്കി. ഇതേ മാനദണ്ഡത്തിൽ തന്നെ നമ്മുടെ അടുത്തൊരു ഒളിഞ്ഞു നിന്നാണ് കളിച്ചുകൊണ്ടിരുന്നത്. ഒളിഞ്ഞു നിന്ന് കളിച്ചുള്ള കാര്യം ട്രംപ് പൊട്ടനായതുകൊണ്ട് ഇതുവരെയുള്ള അമേരിക്കൻ പ്രസിഡന്റുമാർ ഒളിഞ്ഞ് ഇന്ത്യക്കെതിരെ കളിച്ച് ട്രംപ് അത് പരസ്യമാക്കി. ഇപ്പം സിന്ധുവിന് ശേഷം നമ്മൾ വ്യോമത്താവളത്തിൽ കയറി അടിച്ചു. നമ്മളെ അടിക്കുമെന്ന് പറഞ്ഞാൽ ഇപ്പോൾ പറഞ്ഞതുപോലെ അന്ന് അടിക്കുമെന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ അണുബോംബ് വിടും. ഇപ്പോൾ അണുബോംബ് വിടുമെന്ന് ഇവന്മാർ പറഞ്ഞിട്ട് കാര്യം നമുക്ക് പിന്നെ മനസ്സിലായി. അത് നരേന്ദ്രമോദിക്കും അജിത് ഡോവലിനൊക്കെ നേരത്തെ മനസ്സിലായി, നമ്മളെപ്പോലുള്ള സാധാരണക്കാർക്ക് പിന്നെ മനസ്സിലായത്. കിരാന ഹിൽസിൽ അടി കിട്ടിയപ്പോഴും അല്ലെങ്കിൽ നൂർഖാൻ അല്ലേ, അവിടെ അമേരിക്കയുടെ വ്യോമത്താവളം ആയിരുന്നു, രഹസ്യമായിട്ട് അവരുടെ കയ്യിലായിരുന്നു, അത് വെളിച്ചത്ത് കൊണ്ടുവന്ന് നമ്മളാണ്. അതിനുശേഷം ഈജിപ്തിൽ നിന്ന് വരുന്നു, അമേരിക്കയിൽ നിന്ന് നടക്കുന്നു, യുദ്ധം നിൽക്കുന്നു, കാര്യങ്ങൾ നടക്കുന്നു, പണി കണ്ടമാനം നടക്കുന്നു, 10 കൊല്ലം കൊണ്ടേ തീരത്തുള്ളൂ. അത് നമ്മുടെ ബ്രഹ്മോസിൻ്റെ ഗുണമാണെന്നില്ല. അപ്പോൾ അതിനുശേഷം ഈ പല രീതിയിലും നമ്മുടെ വളർച്ച, എക്കണോമിക്കൽ ഗ്രോത്തിനെ തടയാൻ പല രീതിയിലുള്ള പപ്പുവിനെ ഉപയോഗിച്ച് പല റെസ്യൂം സമരങ്ങൾ ഇതൊന്നും ഇവിടെ ഏൽക്കുന്നില്ല. കാരണം ഇവിടെ ഭരിക്കുന്ന ഭരണാധികാരി ഇന്ത്യക്ക് വേണ്ടിയാണ് ഭരിക്കുന്നത്. നേരത്തെ കൂട്ടുള്ള ആൾക്കാരുണ്ട്, അവിടെ അച്ചാരം നടക്കുന്നില്ല. അപ്പോൾ ഇപ്പം ഈ അതിർത്തി ദുർബലമായിട്ടുള്ള നമ്മൾ സഹായിച്ചുകൊണ്ടിരിക്കുന്ന രാജ്യങ്ങൾക്കകത്ത് റെസ്യൂംസ് ഉണ്ടാക്കുക, അല്ലെങ്കിൽ അവന് ചില പൈസയുടെ കൊടുത്ത് നമുക്കെതിരെ പറയിക്കുക. ഇപ്പോൾ കണ്ടില്ലേ, ബംഗ്ലാദേശിലൊരു ഒരുക്കം നടക്കുന്നു. പാകിസ്ഥാനിൽ ഇപ്പം ഉള്ള വ്യോമത്താവളങ്ങൾ മൊത്തവും അമേരിക്കയുടെ കയ്യിലാണെന്നുള്ള അവരുടെ നിയന്ത്രണത്തിന് മറ്റവർക്ക് കയറാൻ പോലും പറ്റുന്നില്ല. എന്നാൽ ഇടയ്ക്ക് വെച്ച് ഈ പറയുന്ന ശ്രീലങ്ക കൊണ്ടുവന്ന് ഈ ശ്രീലങ്കയിൽ പണി കൊടുത്തു. അവിടുന്ന് പിന്നെ അവന് ഉടുതുണിയും പണിയായതും കൂടെ എടുത്തുകൊണ്ട് ഓടിയ ഓർമ്മയുണ്ടല്ലോ അവിടുത്തെ അന്നത്തെ ഭരണാധികാരി. അതിന് മാലദ്വീപ്സിൽ കളിച്ചു. അവിടെ എല്ലായിടവും നമ്മൾ പണി കൊടുത്തുകൊണ്ടിരിക്കും. ഇപ്പം ബംഗ്ലാദേശിൽ ഇപ്പം യൂനസിന് പിടിച്ചു നിൽക്കാൻ പോയി ഇലക്ഷൻ നടത്തണമെന്ന് പട്ടാളം പറഞ്ഞതിന് ശേഷം ബംഗ്ലാദേശിൽ ഒരു നീക്കമൊക്കെ നടക്കുന്നു. അവിടെ പട്ടാളം എല്ലാം കൂടെ ചെന്നിറങ്ങി 120 സൈനിക അഭ്യാസമൊക്കെ നടത്തുന്നുണ്ട്. കാരണം ആർക്കെതിരെയാണെന്നറിയാവോ എൻ്റെ പൊന്ന്, നമ്മൾ പെറ്റതള്ള സഹിക്കത്തില്ല, ഭീകരവാദത്തിനെതിരെയാണ് ഈ അമേരിക്ക ബംഗ്ലാദേശിലെ സൈനികം വെച്ചാൽ അതിൻ്റെ ഭീകരവാദികളെ അതെ ഭീകരവാദം എങ്ങനെ പ്രൊമോട്ട് ചെയ്യുക, അവരെങ്ങനെ രാജ്യം ഭരിക്കാമെന്നുള്ള ഭരണഘടന ഉണ്ടാക്കാൻ നിൽക്കുന്ന ഊനസിനെ കൂട്ടുപിടിച്ചിട്ടുണ്ട്. അതായത് ഊനസിനെ അവന്മാർ തൂക്കിക്കൊല്ലും. അതെ, അടുത്ത ഈ വന്നു കഴിഞ്ഞാൽ ഈ അടുത്ത ഇലക്ഷൻ വന്ന് പുതിയ ഭരണ സംവിധാനം വരുമെങ്കിൽ ഈ രാജ്യത്ത് ഇത്രയും പ്രശ്നം ഉണ്ടാക്കിയതും രാജ്യം കലുഷിതമാക്കിയതിനും ഒക്കെ അന്നേരം ആ പുതിയ ഭരണ സംവിധാനത്തെ അത് ആദ്യം ഇവനെ ആയിരിക്കുമല്ലോ പിടിക്കുന്നത്. അപ്പോൾ ഹസീന വന്നാലും പിടിക്കും, പ്രതിപക്ഷം വന്നാലും പിടിക്കും. അപ്പോൾ അത് ഇവനെങ്ങനെയും ഇത് തട്ടി നീക്കി കൊണ്ടുപോവുകയും അല്ലെങ്കിൽ ഇറാൻ്റെ കൂട്ടൊരു ഭരണ സംവിധാനം ഭരണഘടനയൊക്കെ ഉണ്ടാക്കുന്നതിന് വേണ്ടിയുള്ളൊരു നീക്കമൊക്കെ. ഇപ്പം
ഇതിൻ്റെ എല്ലാം നോക്കുന്നുണ്ട്. ഇപ്പോൾ 2 പേരാണല്ലോ ശത്രുക്കൾ, ഒന്ന് ചൈന വേണം, ഒന്ന് വേണം. ആകെപ്പാടെ ട്രംപ് പഴയ പണിയും ഇറങ്ങിയിട്ട് അഫ്ഗാനിസ്ഥാനിൽ പൊടി തട്ടി 4 കൊല്ലം മുമ്പ് പോയതാണ്. അന്ന് അവർ ഉപയോഗിച്ചുകൊണ്ടിരുന്ന വ്യോമത്താവളമായി ഈ പറഞ്ഞ ബെൽഗ്രാം ഇല്ലയോ, ബെൽഗ്രാം. അപ്പോൾ അവിടെ വീണ്ടും ചെന്നിട്ട് ആ വ്യോമത്താവളം പൊടി തട്ടി ഇറക്കുകയാണ്, എടുക്കാൻ വേണ്ടിയുള്ള ശ്രമം. ഇപ്പോൾ അത് അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ വാർത്ത വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം അത് പൊടി തട്ടി എടുത്ത് അവിടുന്ന് എന്ന് കഴിഞ്ഞാൽ ഏറ്റവും ഫസ്റ്റ് ത്രെട്ട് ചൈനയ്ക്കാണ്. ചൈനയുടെ ഏറ്റവും വേണ്ടപ്പെട്ട ഈ പറയുന്ന ആയുധങ്ങൾ നിർമ്മിക്കുക, അതും മിസൈലുകളുണ്ടല്ലോ, നമ്മുടെ ആറ്റോമിക് മിസൈൽ, അത്തരത്തിലുള്ള മിസൈലുകൾ നിർമ്മിക്കുന്ന സ്ഥലം. അപ്പോൾ അത് അവർക്കൊരു ത്രട്ടാവും. മാത്രമല്ല ഇപ്പം നമ്മൾ അഫ്ഗാനിസ്ഥാനുമായിട്ട് വലിയ ബന്ധമാണ്. നമ്മൾ UN പോയിട്ട് പറഞ്ഞില്ലേ, അഫ്ഗാനിസ്ഥാനകത്ത് ഈ പറയുന്ന ഭീകരവാദ കേന്ദ്രങ്ങളും മൊത്തം നടത്തുന്ന, അല്ലെങ്കിൽ അതും ആ ഭീകരവാദ മണ്ണാക്കാൻ പോവുകയാണ് ആരാ, പാകിസ്ഥാൻ. അപ്പോൾ അത് വേണ്ട രീതി കൈകാര്യം ചെയ്തേ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞാൽ അവർക്ക് പ്രതിനിധിയൊന്നുമില്ല. ഇവർക്ക് പ്രതിനിധി എന്ന് പറഞ്ഞാൽ ഒരു പഴയ പാണ്ഡ്ലൂരിയുടെ കൂട്ടൊരു സാധനമേ ഉള്ളൂ. പണ്ടത്തെ ഭരണം വരുന്നപ്പോൾ ഉള്ള ഒരു സാധനത്തെ ഇപ്പോഴും അമേരിക്ക അവിടെ വെച്ചേക്കുക. അപ്പോൾ UN പ്രതിനിധിയില്ല അഫ്ഗാനിസ്ഥാൻ. അപ്പോൾ ഈ അഫ്ഗാനിസ്ഥാനിൽ UN വേണ്ടി ഇന്ത്യ സംസാരിച്ചിരിക്കുന്നു. അപ്പോൾ അവിടെയും ഇന്ത്യക്ക് ഒരു ത്രട്ടാ. അഫ്ഗാനിസ്ഥാൻ ഇന്നലെ പറഞ്ഞിട്ടുണ്ട്, അഫ്ഗാനിസ്ഥാൻ പറഞ്ഞ് വിമാനം പണിയും കൊണ്ടൊന്നും വരുന്നത് ഞങ്ങൾ ചൈനയ്ക്കും കോക്കത്തില്ല, അമേരിക്കയ്ക്കും തരത്തില്ല, ആർക്കും തരത്തില്ല. അവിടെ കിടന്ന് വെള്ളം എത്ര കാലം കൊണ്ട് അവിടെ കിടന്ന് ഈ പറഞ്ഞതുപോലെ വെള്ളം കുടിച്ചെന്നറിയാം. അഫ്ഗാനിസ്ഥാനിൽ ഈ പറഞ്ഞ ഇപ്പോൾ താലിബാനാണല്ലോ ഭരിക്കുന്നത്. താലിബാൻ ഇപ്പോൾ അടിച്ചടിച്ച് നിൽക്കുവാണ്. അമേരിക്ക പട്ടാളം അവിടെ സാധനം ഇട്ടിട്ട് പോയില്ല. അത് അന്ന് നമുക്ക് ത്രട്ടാ. ഇതെടുത്താൽ പിന്നെ കാശ്മീർ കൊണ്ട് ചടിച്ച്. അപ്പോൾ ഇതേ രീതിയിൽ ഒരു വ്യോമത്താവളം പിടിച്ചെടുക്കുന്നതിന് വേണ്ടി അമേരിക്ക നിൽക്കുന്നത്. എല്ലാ വ്യോമത്താവളവും പുള്ളിക്കാണ്. പാകിസ്ഥാനിലെ വ്യോമത്താവളങ്ങൾ മൊത്തം ഇപ്പം നിയന്ത്രിക്കുന്നത്. ഇപ്പോൾ വരുന്ന വാർത്ത ഏതാ, പാകിസ്ഥാൻ പട്ടാളത്തിന് കയറാൻ പറ്റുന്നില്ല. പാകിസ്ഥാൻ വ്യോമത്താവളങ്ങൾ മൊത്തം അമേരിക്കയുടെ ഇല്ല. അപ്പോൾ വ്യോമത്താവളങ്ങൾ അവിടെ ആവുന്നു. അത് നമുക്ക് ബുദ്ധിമുട്ടാണല്ലോ, ചൈനയ്ക്ക് ബുദ്ധിമുട്ടാണല്ലോ. ഈ പറയുന്ന പോലെ അഫ്ഗാനിസ്ഥാനിൽ വ്യോമത്താവളം ചൈനയ്ക്ക്, അതൊരു നമുക്കും ചൈനയ്ക്കും, അഫ്ഗാനിസ്ഥാൻ നമ്മുടെ കൂടെ ഇപ്പം നിൽക്കുന്നത്. അപ്പോൾ അതിന് ഈ പറയുന്ന ഇതിനകത്തല്ല ഒരു മ്യാൻമർ ബോർഡർ വരുന്നുണ്ട്. അവിടെ കയറി വേറെ മെറ്റീരിയൽസ് കൈകാര്യം ചെയ്യാൻ വേണ്ടിയുള്ള ഉദ്ദേശമുണ്ട്. മ്യാൻമർ നേരത്തെ ഇതുപോലെ അവിടുത്തെ മ്യാൻമറിലെ ആൾക്കാർ പട്ടിണിയാന്ന് എന്ന് പറഞ്ഞ് എന്തോ ഒരു സങ്കടം വന്നറിയാം. അവിടെ ഒരു വിമാനം ഇറങ്ങിയിട്ടുണ്ടായിരുന്നു, അത് മനുഷ്യാവകാശ സംഘടന. ഇവന്മാരെല്ലാം ഇറങ്ങുന്നത് എങ്ങനെ? ഇവിടുത്തെ ഈ മനുഷ്യാവകാശത്തിനെയും വനസംരക്ഷണത്തിനെയൊക്കെ അറിയത്തില്ല. പൊളിച്ച് നോക്കുമ്പോൾ നമ്മുടെ സോറസിന്റെ കുഞ്ഞുങ്ങളെ അന്വേഷിച്ചു വരും. അതെ, ഇതാ ഇവിടെ അവിടെ ഇറങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ പിന്നെ സൈനിക അഭ്യാസം, എന്തോ സൈനിക അഭ്യാസം. പണ്ട് F-16 പാകിസ്ഥാന് കൊടുത്ത എന്തിനാണെന്നറിയാം, ഭീകരവാദികളെ തുരത്താൻ 32 എണ്ണം കൊടുത്തു. ഇപ്പോൾ അടിക്ക് നമ്മളാ നിലത്തിട്ട് ഇരിക്കുന്ന അറിയാമല്ലോ. അന്ന് കൊടുത്ത ആർക്കാ? അവന് F-16 കൊടുക്കുക ഭീകരവാദികളെ തുരത്താൻ. ഏത് ഭീകരവാദി? അതിനോ മൊത്തം ഭീകരവാദികൾ അതിനെ ഉണ്ടാക്കുന്ന ഒരു ഫാക്ടറി അവിടെ. അപ്പൊ ഭീകരവാദികളെ തുരത്താൻ അതിനകത്താ ആ ഫാക്ടറി. അതുപോലെ തന്നെ ഇപ്പൊ അഫ്ഗാനിസ്ഥാനിൽ അല്ല ബംഗ്ലാദേശിൽ അവിടെ ഇറങ്ങി സൈനിക. കാരണം നമുക്ക് നാളെ കാലത്തെ ബുദ്ധിമുട്ടുണ്ടാക്കുന്നതിനും, അതായത് ഈ ബോർഡറെല്ലാം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അഫ്ഗാനിസ്ഥാനിലെന്ന് പറയുമ്പോൾ, അഫ്ഗാനിസ്ഥാനിലല്ല ബംഗ്ലാദേശിൽ, അഫ്ഗാനിസ്ഥാനിൽ ഈ പറഞ്ഞ അവിടെയും ഈ പറയുന്ന ഭീകരന്മാരുണ്ട്. മ്യാൻമർ ബോർഡറുണ്ട് അവിടെ. ഈ ബംഗ്ലാദേശിൽ എന്ന് പറഞ്ഞാൽ 4200 കിലോമീറ്റർ ബോർഡറാണ്. നമ്മൾ അവനെ വളഞ്ഞിരിക്കുക. അവന് നമ്മൾ പറയാതെ അവൻ്റെ അകത്തുനിന്ന് ഒരു വിമാനം പോലും പൊങ്ങാൻ പറ്റത്തില്ലെന്ന് പറയുമ്പോഴും ഈ 4200 കിലോമീറ്ററിലും നമ്മുടെ രാജ്യം ശത്രുവായി കഴിഞ്ഞാൽ നമ്മൾ നിൽക്കണ്ടേ? നേരത്തെ ഇവനെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ബന്ധുക്കളാണ്. അവിടെ നിന്ന് ഇവിടെ ബംഗ്ലാദേശ് പണ്ട് ഉണ്ട്, അവനെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും കയറി ഇറങ്ങി നടക്കുകയാണ്. ഇപ്പോൾ അത് വളരെ സ്ട്രിക്റ്റായിട്ട് മാറ്റി നടക്കാത്ത ഒരു അവസ്ഥയുണ്ട്. അപ്പോൾ ഇതേ രീതിയിലേക്കുള്ള ഒരു കാര്യം വ്യോമത്താവളങ്ങൾ പിടിച്ചെടുക്കുന്നതിനും, അല്ലെങ്കിൽ അതേ രീതിയിൽ ഇന്ത്യക്കെതിരെ നീക്കം നടത്തുന്നതിനും, ഇന്ത്യയുടെ എക്കണോമിക്കൽ ഗ്രോത്തിനെ തടയുന്നതിനും പടയൊരുക്കം മൊത്തം ശരിക്കും പറഞ്ഞാൽ ഇന്ത്യക്കെതിരെ തന്നെയാണ്. ഇത് വളരെ കൃത്യമായിട്ട് ഇത് ക്ലാസിക് ആയിട്ടുള്ള ഒരു ടെക്നിക്ക് ഉണ്ട്. ഈ തീവ്രവാദികളെയൊക്കെ ഫണ്ട് ചെയ്ത് അമേരിക്കയാണല്ലോ ഇറക്കിയത്. 1960-70 സോവിയറ്റ് യൂണിയന്റെ കാലഘട്ടത്തിൽ ഇവന്മാർ കൊണ്ട് ഫണ്ടിങ് കൊടുത്താണല്ലോ ഇവന്മാരെല്ലാം ഉണ്ടാക്കി വിട്ടത്. അപ്പോൾ ഈ അഫ്ഗാനിസ്ഥാനിലെ ഇപ്പോൾ ഒരു ദരിദ്ര രാജ്യമാണ്. ഇപ്പോൾ ഇവിടെ കൊണ്ടുവന്ന് US ബേസ് തുടങ്ങുന്നതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ അവിടെ ഈ പണം ഒഴിവെന്നുള്ള കാര്യം ഉറപ്പാണ്, ആയുധങ്ങൾ ഒഴിവെന്നുള്ള കാര്യം ഉറപ്പാണ്, മസ്തിഷ്ക പ്രക്ഷാളനവും. അല്ല, പക്ഷെ അത് കറക്റ്റ് ആണെങ്കിൽ അവിടെ നടക്കത്തില്ല. കാരണം ഈ താലിബാൻ അറിയാമല്ലോ, താലിബാൻ്റെ ഇവന്മാരെ ഓടിച്ചിട്ട് അവർ പിടിച്ച് മേടിച്ചില്ലേ. എത്ര കാലം താലിബാനെ താലിബാൻ ഇപ്പോഴേ പറഞ്ഞിട്ട് നടക്കത്തില്ല. മാത്രമല്ല നമ്മളാണല്ലോ അവർ പറ്റില്ല എന്ന് പറഞ്ഞു. പറഞ്ഞു ഇവിടെ ആർക്കും ചൈനയ്ക്ക് കൊടുക്കുക, ചൈനയ്ക്കും ഇല്ല അമേരിക്കയ്ക്കും ഇല്ല. നമ്മളതിൻ്റെ പുറകില് ആരും ഇവനെ അടുപ്പിക്കാതിരുന്ന സമയത്ത് നമ്മളന്ന് മരുന്ന് കൊടുക്കുമായിരുന്നു, അരി കൊടുക്കുമായിരുന്നു. നമ്മളൊരു വലിയ ബന്ധമാണ്. ഇന്ത്യക്കാരെന്ന് പറഞ്ഞാൽ എന്ത് ബിസിനസ്സും ചെയ്യാം. അവിടെ വലിയ ബന്ധം. അന്നേ നമ്മൾ മോദി ആയല്ല മോൻ, അന്ന് നമ്മളായിട്ട് ബന്ധമൊന്നുമില്ല. പിന്നെ ഓപ്പറേഷൻ സിന്ധുവിന് ആദ്യമേ അന്ന് വെളി വന്നില്ല. ആദ്യമേ അവിടെ ഇറങ്ങിയത്
അവിടുന്ന് ഇവിടെ വന്നതും ഇവിടുന്ന് അവിടെ സംസാരിക്കാൻ തുടങ്ങിയത് ആരാ? അഫ്ഗാനിസ്ഥാൻ പ്രതിനിധി. അത് ഔദ്യോഗികമല്ല, ഇപ്പോൾ ഔദ്യോഗികമായിട്ട് സംസാരിച്ചു. അവർക്ക് വേണ്ടി നമ്മൾ UN സംസാരിക്കാൻ തുടങ്ങി. അപ്പോൾ ഇതിനകത്തെല്ലാം നമ്മൾ വേണ്ട രീതിയിലൊക്കെയുള്ള കാര്യങ്ങൾ. അതുപോലെ കഴിഞ്ഞ ദിവസം ബംഗ്ലാദേശിലൊരു അമേരിക്കൻ കമാൻഡോ, സ്പെഷ്യൽ കമാൻഡോ മരിച്ചു പോയില്ലേ? അതെ അതെ. അവർ പറഞ്ഞിട്ടില്ല, ബംഗ്ലാദേശും പറഞ്ഞിട്ടില്ല ഇങ്ങനെ മരണം നടന്നതായിട്ട് റിപ്പോർട്ടില്ല. അമേരിക്കയും പറഞ്ഞില്ല, പക്ഷേ മരണം നടന്നിട്ടുണ്ട്. അപ്പോൾ അവൻ എന്തിനിവിടെ വരുന്നു? അത് തന്നെ ഇപ്പോൾ അന്താരാഷ്ട്ര മാധ്യമങ്ങളിലൊക്കെ വലിയ ചർച്ചയാണ്. ഇന്ത്യക്കെതിരെ മോദിക്കെതിരെയുള്ള നീക്കത്തിന് വേണ്ടി വന്നതാണ്. ഇവിടുത്തെ ചാര സെറ്റപ്പും ഇന്ത്യയുടെ ബലത്തിനകത്ത് ഇതിന് യുവമാർക്കൊന്നും പണ്ടത്തെ കൂടി നടത്താൻ പറ്റാത്ത രീതികൾക്കാണ്. അപ്പോൾ ഇതിനെയൊക്കെ മറികടക്കാൻ ഇങ്ങനെ നിരന്തരം പരിശ്രമിച്ചുകൊണ്ടിരിക്കുക. നമ്മൾ പറയുന്നതൊക്കെ ഒരു അറ്റംപ്റ്റ്, 2 അറ്റംപ്റ്റ്, 1 കൊല്ലത്തെ അറ്റംപ്റ്റ്, 2 കൊല്ലത്തെ അറ്റംപ്റ്റ്, അങ്ങനെ 3 കൊല്ലത്തെയോ 30 കൊല്ലത്തെയോ ഒന്നും നിർത്തത്തില്ല. അവന്മാരൊരു നീക്കമായിട്ട് ഇങ്ങനെ നിൽക്കുമ്പോൾ അപ്പോൾ നമ്മളും ഇങ്ങനെ അതേ രീതി നിൽക്കുകയാണ്. അപ്പോൾ ഇതേ രീതിയിലൊക്കെ ഉള്ള കാര്യങ്ങളാണ്.